ഹലോ ഗൈസ്, ഗോട്ട് എന്ന സിനിമയുടെ വിജയത്തിന് ശേഷം ദളപതി വിജയ് വിനോദ് ഡയറക്ഷനിൽ ഒരു സിനിമ ചെയ്തു വരികയാണ്. കൂടാതെ ദളപതി വിജയിന്റെ മകൻ ജെയ്സൺ സഞ്ജയും ഇപ്പോൾ സിനിമാ ലോകത്തേക്ക് കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. അതിനെക്കുറിച്ചുള്ള പൂർണ്ണമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് സക്സസ് ടോക്സ് വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആദ്യമായി എൻ്റെ ചാനൽ കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ മറക്കരുത്. ഗോട്ട് എന്ന മൂവിയുടെ വിജയത്തിന് ശേഷം ദളപതി വിജയ് വിനോദിൻ്റെ ഡയറക്ഷനിൽ ഒരു സിനിമ ചെയ്തു വരികയാണ്. ഇതാണ് ദളപതി വിജയിൻ്റെ അവസാന സിനിമ എന്നതുകൊണ്ട് തന്നെ ദളപതി 69 തമിഴ് പ്രേക്ഷകർക്കിടയിലും അതുപോലെ തന്നെ മലയാള പ്രേക്ഷകർക്കിടയിലും വളരെ വലിയ പ്രതീക്ഷയിലാണുള്ളത്. ഈ സിനിമയ്ക്ക് ശേഷം ദളപതി വിജയ് പൂർണ്ണമായും രാഷ്ട്രീയത്തിലേക്ക് കാൽവയ്ക്കാൻ പോകുന്ന കാര്യം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ദളപതി വിജയ് സിനിമ എന്ന ലോകത്തെ വിട്ടുപോകുന്ന ഈ വേളയിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ ജെയ്സൺ സഞ്ജയ് സിനിമാ ലോകത്തേക്ക് കാലെടുത്ത് വച്ചിരിക്കുകയാണ്. ഏക പ്രൊഡ്യൂസ് ചെയ്യുന്ന ജെയ്സൺ സഞ്ജയ് അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പോവുകയാണ്. എന്നാൽ ഇതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ ഓൾറെഡി വന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ സിനിമയിലെ നായകൻ ആരാണ് എന്നാണ് എല്ലാവരും ഒറ്റുനോക്കുന്നത്. എന്നാൽ ഹീറോ ആരാണെന്നത് ഇപ്പോൾ മൂവി ടീം തന്നെ റിവീൽ ചെയ്തിരിക്കുകയാണ്. ജെയ്സൺ സഞ്ജയ് ഡയറക്റ്റ് ചെയ്യാൻ പോകുന്ന ഈ സിനിമയിൽ സന്ദീപ് ഉണ്ണികൃഷ്ണനാണ് ഹീറോ ആവുന്നത്. കൂടാതെ തമന്നാണ് ഈ സിനിമയ്ക്ക് മ്യൂസിക് ചെയ്യുന്നത്. മാത്രമല്ല എഡിറ്റിംഗ് പ്രവീണും പോസ്റ്റർ ഡിസൈൻ ജോണുമാണ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ അപ്ഡേഷനെല്ലാം ഒഫീഷ്യലായി പുറത്തു വരുന്നത്. ജെയ്സൺ സഞ്ജയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമയാണിത്. കൂടാതെ അദ്ദേഹത്തിന് വയസ്സും കുറവാണ്. എന്തൊക്കെ തന്നെ ആയാലും അതിനെയൊന്നും വകവയ്ക്കാതെ സന്ദീപ് കൃഷ്ണൻ അഭിനയിക്കാൻ സമ്മതിച്ചത് കുറേ പേർ അഭിനന്ദിച്ചു വരുന്നുണ്ട്. ഇപ്പോൾ ഈ നിലയിൽ കാര്യങ്ങൾ പോകുമ്പോൾ സന്ദീപ് ഈ സിനിമയെക്കുറിച്ചും ജെയ്സൺ വിജയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ റീസെൻ്റായി കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ സംസാരിച്ചിട്ടുണ്ട്. അവർ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ വളരെ ഭാഗ്യവാനാണ്. ഒട്ടേറെ നല്ല സിനിമക്കാരുടെ ആദ്യ സിനിമയിൽ ഞാനാണ് അഭിനയിക്കുന്നത്. ഞാൻ സഞ്ജയിനെ കണ്ടപ്പോൾ അദ്ദേഹം ഈ സ്ക്രിപ്റ്റിന് വേണ്ടിയിട്ടിരിക്കുന്ന കഠിനമായ പ്രവർത്തനം കണ്ട് ഞാൻ അതിശയിച്ചു പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ ബ്രേക്ക് പോലും ഇല്ലാതെ 2 മണിക്കൂർ 50 മിനിറ്റ് അദ്ദേഹം എനിക്ക് കഥ പറഞ്ഞു തന്നു. ഇങ്ങനെ ബ്രേക്ക് ഇല്ലാതെ ഇത്രയും കോൺഫിഡൻ്റായി ഫ്രെയിം ടു ഫ്രെയിം ഒരാൾക്ക് കഥ പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ ഉറപ്പായും ഞാൻ ആ സിനിമ ചെയ്തിരിക്കുമെന്ന് തീരുമാനിച്ചിരുന്നു എന്ന് സന്ദീപ് ഉണ്ണികൃഷ്ണൻ പറയുന്നുണ്ട്. മാത്രമല്ല റായൻ സിനിമയുടെ റിലീസിന് മുമ്പ് തന്നെ ഞങ്ങൾ കണ്ടിരുന്നു. അപ്പോൾ തന്നെ സിനിമ ചെയ്യുന്നതിന് ഞാൻ തയ്യാറുമായിരുന്നു. ജെയ്സൺ സഞ്ജയ് എന്ന വ്യക്തി വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ സ്വപ്നതുല്യമായ സിനിമയിൽ അഭിനയിക്കുന്നതിൽ തന്നെ വളരെയധികം എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ. കൂടാതെ ഈ സിനിമയിലെ കഥാപാത്രം എൻ്റെ സ്വഭാവത്തിന് വളരെ നന്നായി യോജിച്ചു പോകുന്ന ഒന്നാണ് എന്ന് സന്ദീപ് ഉണ്ണികൃഷ്ണൻ സിനിമയെ പറ്റിയും ജെയ്സൺ സഞ്ജയെ പറ്റിയും വാദോരാതെ സംസാരിക്കുന്നുണ്ട്. മാത്രമല്ല ഈ സിനിമയുടെ ഷൂട്ടിംഗ് എന്ന് പറയുന്നത് 2025 സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. തമിഴ്, തെലുഗു എന്നീ 2 ഭാഷകളിലാണ് ഈ സിനിമ പുറത്തിറങ്ങാൻ പോകുന്നത്. ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ദളപതി വിജയിൻ്റെ മകൻ എന്ന നിലയിൽ ജെയ്സൺ സഞ്ജയ്ക്ക് കുറേ അധികം തന്നെ സമ്മർദ്ദങ്ങളുണ്ടാവും. എന്നിരുന്നാലും അദ്ദേഹം അതിനെയെല്ലാം സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ ഈ സിനിമയെ എങ്ങനെ വിജയത്തിലേക്ക് എത്തിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടാതെ ദളപതി വിജയും പൂജ ഹെഗ്ഡെയും മാത്രമല്ല നമ്മളുടെ മലയാളത്തിലെ സിനിമാ താരമായ മമിത ബൈജുവും കൂടി ചേർന്ന് അഭിനയിക്കുന്ന ദളപതി 69 വളരെ വലിയ വിജയത്തിലേക്ക് പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ജെയ്സൺ സഞ്ജയിൻ്റെ ഡയറക്ഷനിൽ ഒരുങ്ങുന്ന പുതിയ സിനിമയെക്കുറിച്ചും ദളപതി വിജയിൻ്റെ 69 എന്ന സിനിമയെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. തുടർന്നും ഇതുപോലുള്ള വീഡിയോകൾ കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിടുക. ലൈക്കും കമൻറ്റും കൂടി ചെയ്തോളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബൈ.